നിയുക്ത പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ കണ്ണൂർ DCC ഓഫീസിൽ ഇന്ന് സന്ദർശിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അപജയം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ പാർട്ടി തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും ചൂണ്ടിക്കാണിച്ചവരെ ക്രൂശിക്കുകയും ചെയ്തു. ജയിക്കുമെന്ന പ്രതീക്ഷയിലോ ജയിക്കാനോ അല്ല മത്സരിച്ചത്. എന്നാൽ മത്സരരംഗത്ത് ഇറങ്ങിയപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അടിയൊഴുക്ക് മുൻകൂട്ടി കണക്കാക്കാൻ കഴിഞ്ഞില്ല. അടിയൊഴുക്ക് ശക്തമായിരുന്നു എന്ന് ഇപ്പോൾ CPM-നും ബോധ്യപ്പെട്ടു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓഫീസിലെത്തിയത് എന്റെ ചുമതല കൂടിയാണ്. CPM നടത്തുന്ന ആക്ഷേപം ഞാൻ കോൺഗ്രസായി എന്ന്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകില്ല എന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രചാരണങ്ങളൊന്നും ഏശിയില്ല. സ്വതന്ത്രൻ എന്ന നിലയിൽ മുന്നോട്ടു പോകും. UDF-ന്റെ നിലപാടിനൊപ്പം നിൽക്കും. പാർട്ടി തെറ്റുതിരുത്തുമോ എന്ന് അറിയില്ല. എത്രത്തോളം തെറ്റുതിരുത്തുമെന്ന് അറിയില്ല. സന്നദ്ധനായാൽ അവർക്കും കേരളത്തിനും നല്ലത്. CPM-നെ നിലനിർത്താൻ അവർക്ക് മാത്രമേ സാധിക്കൂ. MV ഗോവിന്ദനെ മാറ്റാൻ സാധിക്കില്ല. നിലവിലെ പാർട്ടി അടിമ സ്വഭാവത്തിലേക്ക് മാറി. സെക്രട്ടറി മാറിയതുകൊണ്ട് CPM രക്ഷപ്പെടില്ല. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ തയ്യാറാകുന്ന പാർട്ടിയായിരുന്നു CPM നേരത്തെ എന്ന് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ജില്ലാ കേന്ദ്രവുമായി ബന്ധപ്പെടുക എന്നത് അവരുടെ ആഗ്രഹമാണ്. എന്റെ ഒരു ചുമതല കൂടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഓഫീസിൽ വരാനും കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി സംസാരിക്കാനും സന്നദ്ധമായിട്ടുള്ളത്. എനിക്കെതിരെ CPM കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷേപമുണ്ട്. ഞാൻ കോൺഗ്രസായി എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്റെ സ്വതന്ത്രമായ നിലപാട് അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു രീതിയിൽ എന്ത് പ്രചരണം നടത്തിയാലും അതെന്നെ അറിയുന്ന ജനങ്ങൾക്ക് മുമ്പിൽ അത് ഏശില്ല എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. ആ ബോധ്യം ശരിയാണ് എന്ന് കൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം അങ്ങനെ അവർക്ക് ബോധ്യമില്ലെങ്കിൽ അവരെനിക്ക് വോട്ട് ചെയ്യുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കും ആ കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഒരു സ്വതന്ത്രർ എന്ന രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ UDF-ന്റെ പിന്തുണ കൂടി ലഭിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ വിജയമുണ്ടായത് എന്നതുകൊണ്ട് UDF-ന്റെ നിലപാടിനനുസരിച്ചുള്ള ഒരു സമീപനവും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഇതിന്റെ ഭാഗമായി ഞാൻ സൂചിപ്പിക്കുക. വിശ്വാസമുണ്ടോ അതിൽ? എത്രത്തോളം തിരുത്തും എന്നൊക്കെ ഇപ്പൊ പറയാൻ സാധിക്കില്ല. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. 3 തവണ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ച് താഴെ തലം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രേഖയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കടലാസിൽ കിടക്കുകയാണ് അതെല്ലാം. അത് പ്രാവർത്തികമാക്കാൻ ഇന്ന് വരെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് തെറ്റ് തിരുത്താനുള്ള വിശദീകരണം താഴെ കമ്മിറ്റികളിൽ പോയി നൽകുന്നത്. എത്രത്തോളം തെറ്റ് തിരുത്തപ്പെടും എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ആ നിലയിലാണ് ആത്മാർത്ഥമായി തെറ്റ് തിരുത്താൻ കേരളത്തിലെ CPM നേതൃത്വം സന്നദ്ധമായാൽ അതവർക്കും കേരളത്തിനും ഗുണകരം എന്നതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അത് തിരുത്തുന്നില്ലെങ്കിൽ ബംഗാള് ആവർത്തിക്കും കേരളത്തിലും. കേരളത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകൾ പോലും CPM കേരളത്തിൽ തകരണം എന്നാഗ്രഹിക്കുന്നവരല്ല. കാരണം ഇടതുപക്ഷം തകർന്നാൽ ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് തീവ്ര വലതുപക്ഷമാണ്. തീവ്ര വലതുപക്ഷം നാടിനാപത്താണ്. അതുകൊണ്ട് ഇടതുപക്ഷം തകരാൻ പാടില്ല എന്ന് ഇടതുപക്ഷ വിരോധികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് CPM-നെ നിലനിർത്താൻ CPM നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ. അവർ തെറ്റ് തിരുത്തിയാൽ അത് അവർക്കും കേരളത്തിനും ഗുണകരമാകും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്റെ പുസ്തകത്തിൽ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വിശദമായി ഞാൻ പ്രതിപാദിക്കാൻ തയ്യാറായിട്ടില്ല. അതിന്റെ എല്ലാം സൂചനകൾ എന്റെ പുസ്തകത്തിലുണ്ട്.
ഈ സംഘവിന്ദൻ മാറണമെന്നുള്ള മുറവിളിയാണ് ഇപ്പോൾ ഉയരുന്നത്. അത് മാറിയാൽ എന്തെങ്കിലും മാറ്റം സാധ്യതയുണ്ടോ? ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം പഴയ പാർട്ടിയല്ല ഇന്നത്തെ പാർട്ടി. പഴയ പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യത്തിനും ജനാധിപത്യ കേന്ദ്രീകരണത്തിനും രണ്ടിനും പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായ നേതൃത്വമാണ്, കലക്ടീവ് ലീഡർഷിപ്പാണ്. ഇന്ന് ഒരാൾ പറയുകയും അത് മറ്റുള്ളവർ റാൻ മൂളി അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരടിമ സ്വഭാവത്തിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള ഒരവസ്ഥ. അതുകൊണ്ട് സെക്രട്ടറി മാറിയതുകൊണ്ട് മാത്രം കേരളത്തിലെ CPM രക്ഷപ്പെടാൻ പോകുന്നില്ല. സെക്രട്ടറി അല്ല അപകടം. ഇന്ന് കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആര്? ഈ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് മറ്റുള്ളവർ സന്നദ്ധമാകുന്നില്ല എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു സെക്രട്ടറിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അല്ല ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് സെക്രട്ടറി മാറിയതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. പാർട്ടിക്കകത്ത് ശരിയായ നിലയിൽ തുറന്നു പറച്ചിലും ചർച്ചയും ആവശ്യമാണ്. ആ ചർച്ചയിൽ ഉയർന്നു വരുന്ന ശരിയായ അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം ആണുണ്ടാകേണ്ടത്. ഇതൊരാൾ പ്രഖ്യാപിക്കുകയും അത് തീരുമാനമായി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയിരിക്കുന്നു എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരി എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞല്ലോ. ഇതിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക എന്നത് ഒരു സാമാന്യ നീതിയാണ്. അപ്പൊ അത് അവരെ ശിക്ഷിക്കപ്പെടാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ എന്ത് തെറ്റ് തിരുത്താനാണ്? അപ്പൊ ആ നിലയിലുള്ള സമീപനം CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു തിരിച്ചടിയിൽ നിന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ തയ്യാറാകുന്ന പാർട്ടി ആയിരുന്നു. അങ്ങനെ തയ്യാറാകേണ്ടുന്ന പാർട്ടിയാണ്. പക്ഷേ കുറച്ചു കാലമായി അത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. കാരണം ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കാണാൻ സാധിക്കാത്ത പ്രവണതകളല്ല ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതിനു മുമ്പ് ഇങ്ങനെ കൂട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ പാർട്ടിക്കെതിരെ മത്സര രംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ G. സുധാകരൻ, അതുപോലെ തന്നെ TK ഗോവിന്ദൻ മാഷ്, അതുപോലുള്ള നിരവധി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനത്തിനെതിരായി പരസ്യമായി രംഗത്ത് വന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് കൂടാനാണ് പോകുന്നത്. ഇത് കൂടിക്കൂടി വരുമ്പോ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി എത്തിച്ചേരും. അത് ബംഗാളിന്റെ അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിക്കാനിടയാക്കും എന്ന് ഞാൻ എന്റെ പുസ്തകത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തിരുത്താൻ CPM തയ്യാറായാൽ അത്രത്തോളം നല്ലത്.